യെസ് മക്കളെ, നമുക്ക് മാത്സിലെ പുതിയൊരു ചാപ്റ്ററിനെ കുറിച്ചിട്ട് പരിചയപ്പെടാം. +1 മാത്സിലുള്ള ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ്സ്. വെരി സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. സോ നമുക്ക് നേരെ സമയം കളയാതെ ചാപ്റ്ററിലേക്ക് പോവാം. നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്സസിൻ്റെ എല്ലാം നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് CM അക്കാഡമിയുടെ ആപ്പിൽ. നിങ്ങൾ ആൻഡ്രോയിഡ് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ CM അക്കാഡമി എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മെനുവിൽ ഫ്രീ മെറ്റീരിയൽസിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി iOS ആപ്പ്, iOS അല്ലെങ്കിൽ ആപ്പിൾ ഡിവൈസസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അവിടെ ORG കോഡ് എന്ന് പറയുന്ന കോഡാണ് നിങ്ങളോട് ആദ്യം ചോദിക്കുക. അവിടെ HGNTIB എന്ന് പറയുന്ന കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ജസ്റ്റ് മെനുവിൽ പോയിട്ട് ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഫസ്റ്റത്തേതാണ് സബ്സെറ്റ്സ്. അതായത് ഒരു സെറ്റ് തന്നിട്ട് അതിൻ്റെ നമ്പർ ഓഫ് സബ്സെറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2n. എന്താണടാ 2n. അപ്പോൾ 1 2 എന്ന് പറയുന്ന ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് വരുന്നതാണ് 1 ഉണ്ട്, 2 ഉണ്ട്, 1 2 ഉണ്ട്, അതുപോലെ ഒരു എംപ്റ്റി സെറ്റ് ഉണ്ടാവും. അടുത്തതാണ് പ്രോപ്പർ സബ്സെറ്റ്. സാധാരണ സബ്സെറ്റ് 2n ആണെങ്കിൽ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2n-1 ആയിരിക്കും. അപ്പോൾ സബ്സെറ്റും പ്രോപ്പർ സബ്സെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രോപ്പർ സബ്സെറ്റിൽ ഉണ്ടായിരുന്ന 1 2 എന്ന് പറയുന്ന നമ്മുടെ സാധാരണ സെറ്റ് ഉണ്ടല്ലോ, അത് എവിടെ ഉണ്ടാവില്ല? പ്രോപ്പർ സബ്സെറ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ സബ്സെറ്റിൽ ആരുണ്ടാവും? സെയിം സെറ്റ് ഉണ്ടാവും. പ്രോപ്പർ സബ്സെറ്റിൽ ആരുണ്ടാവില്ല? ആ സെയിം സെറ്റ് ഉണ്ടാവത്തില്ല. ഇനി അടുത്ത സാധനങ്ങളാണ് ഇൻ്റർവെൽസ്. നമ്മളെ സബ്സെറ്റിൻ്റെ ഇൻ്റർവെൽസിനെ പറ്റി പറയുന്നതാണ്. ഇയാളെയാണ് നമ്മൾ ഓപ്പൺ ഇൻ്റർവെൽ എന്ന് വിളിക്കുക. ഈ ഓപ്പൺ ഇൻ്റർവെല്ലിൽ എങ്ങനെയായിരിക്കും സാധനം തന്നിട്ടുണ്ടാവുക? വെറും ലെസ് ദാന് മാത്രം അല്ലെങ്കിൽ ഗ്രേറ്റർ ദാന് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി മറ്റൊരാളുണ്ട് ക്ലോസ്ഡ് ഇൻ്റർവെൽ. ഇങ്ങനെയാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ ഉള്ളത്. ഈ ഓപ്പൺ ഇൻ്റർവെല്ലിനെയും ക്ലോസ്ഡ് ഇൻ്റർവെല്ലിനെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടാവും. ഇങ്ങനെ ഒരു വര ഉണ്ടാവും. അതേ വര വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് എവിടേക്ക് നമുക്ക് ആവശ്യമുണ്ട്? ലീനിയർ ഇനീക്വാലിറ്റിയിലും അതേപോലെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിലൊക്കെ ആ പറയപ്പെട്ട ആളുകളെ ആവശ്യമുണ്ട്. ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ്ഡ് ബ്രാക്കറ്റും ഇനി കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ബ്രാക്കറ്റ് ഉണ്ടാവുക. ഈക്വൽ ടു ഇല്ല, വെറും ലെസ് ദാനും ഗ്രേറ്റർ ദാനും മാത്രമാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻഫിനിറ്റിൻ്റെ കൂടെ ഇയാളെയാണ് ഇട്ട് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളും ഓർത്ത് വെച്ചാൽ മതി. ഇനി നമ്മൾ സെറ്റിനെ 2 രൂപത്തിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. റോസ്റ്റർ ഫോം, അതേപോലെ സെറ്റ് ബിൽഡർ ഫോം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കൊടുത്തിട്ടുള്ള സാധനത്തിനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ് ഇൻ റോസ്റ്റർ ഫോം. ഈ തന്നിട്ടുള്ള സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കടലൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് ഓരോന്നും നുള്ളിപ്പൊറുക്കി തിന്നാറുണ്ട്. അതായത് ഈ സെറ്റിലുള്ള ഓരോ എലമെൻറ്റിനെയും നുള്ളിപ്പൊറുക്കി എഴുതുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്, കൺഫ്യൂഷൻ ആവരുത്. നിങ്ങളുടെ നോക്കിയാടാ, ഈ തന്നിട്ടുള്ള സെറ്റിനെ എന്തിൽ എഴുതണം? റോസ്റ്റർ ഫോമിൽ എഴുതണം. എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പോസിറ്റീവ് നമ്മൾ നമ്പർ എണ്ണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമ്പർ ഉണ്ടല്ലോ, 1 2 3 4 5 6, അതും അതിൻ്റെ നെഗറ്റീവും, അതായത് -1 -2 -3 -4 പ്ലസ് 0യും കൂടെ കൂടിയതാണ് എന്തെന്ന് പറയുന്നത്? ഇൻറ്റിജർ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ എണ്ണാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന നമ്പറിനെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. 0യും കൂടെ കൂടിയിട്ടുള്ള നമ്പറിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഹോൾ നമ്പേഴ്സ് എന്ന് പേര് വിളിക്കും. പിന്നെ എല്ലാ നമ്പേഴ്സും എല്ലാ ടൈപ്പ് ആളുകളും കൂടിയിട്ടുള്ള ആളുകളെ നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പേര് വിളിക്കും. ഇതൊന്നും അല്ലാത്ത ആളെ നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് പേര് വിളിക്കും. ഓക്കെ ആണല്ലോ. സോ ഇൻറ്റിജേഴ്സിനെ നമ്മൾ എടുത്തു. -3നെക്കാട്ടിലും വലുതായിരിക്കണം, 7നേക്കാൾ ചെറുതായിരിക്കണം. അപ്പോൾ -3 പറ്റുമായിരുന്നെങ്കിൽ ഇവിടെ ഒരു ഈക്വൽ ടു ഉണ്ടാവുമായിരുന്നു. ഈക്വൽ ടു ഇട്ടിട്ടില്ല, അതുകൊണ്ട് എവിടുന്നേ തുടങ്ങാൻ പറ്റുള്ളൂ? -2 തുടങ്ങാൻ പറ്റുള്ളൂ. -2 -1 0 1 2 3 4 5 6 വരെ ആയിരിക്കും ആ സെറ്റ് ഉണ്ടായിരിക്കുക. അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. 10നേക്കാൾ ചെറിയ പ്രൈം നമ്പറാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആ നമ്പർ കൊണ്ട് മാത്രമേ അതിനെ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 കിട്ടുള്ളൂ. ആ നമ്പർ അല്ലെങ്കിൽ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ. സോ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2ലാണ്. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. അടുത്ത എന്താണ്? ആൻ ഇൻറ്റിജർ ആണെന്നാണ് പറഞ്ഞത്. എന്തിനേക്കാൾ വലുതാണ്? -1/2നേക്കാട്ടിലും വലുതാണ്. -1/2നേക്കാട്ടിലും വലുത് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും തുടങ്ങുക? 0യിലാണ് തുടങ്ങുക. ആരെക്കാൾ ചെറുതാണ്? 9/2നേക്കാൾ ചെറുതാണ്. 9/2 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഫ്രാക്ഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ 4.5 ആണ്. സോ 4.5നേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ ഏത് വരെ മാക്സിമം പോവാം? 4 വരെ പോവാം. സോ 0 1 2 3 4 എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ് ഈസ് ആൻ ഇൻറ്റിജർ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 4നേക്കാൾ ചെറുതോ ഈക്വൽ ആവാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക 0 1 2 എന്ന് മാത്രമാണ്. 2ൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ 4 എന്ന് പറയുന്നത് 2നേക്കാൾ ചെറിയ നമ്പേഴ്സ്. അപ്പോൾ 2 ഉണ്ടാവും, 1 ഉണ്ടാവും, 0 ഉണ്ടാവും. ഇത് മാത്രം നമ്മൾ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് കിട്ടും. നല്ലോണം ആലോചിച്ച് നോക്കിയേ. എടാ മക്കളെ, -2ൻ്റെ സ്ക്വയർ എത്രയാ? -2ൻ്റെ സ്ക്വയർ ആണെങ്കിലും 2ൻ്റെ സ്ക്വയർ ആണെങ്കിലും ആൻസർ എന്താണെടാ? 4 അല്ലേ? അപ്പോൾ നമുക്ക് എവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും? -2 മുതൽ അങ്ങോട്ട് കെട്ടിപ്പടുത്ത് കൊണ്ടുവരാൻ പറ്റും. -2ൻ്റെ സ്ക്വയർ എന്താ? 4നേക്കാൾ ചെറുത്. 4ൻ്റെ സ്ക്വയർ അല്ലേ? -1ൻ്റെ സ്ക്വയർ എന്താ? 1 ആണ്, അത് 4നേക്കാൾ ചെറുതാണ്. 0ൻ്റെ സ്ക്വയർ എന്താ? 0 ആണ്, 4നേക്കാൾ ചെറുതാണ്. 1ൻ്റെ സ്ക്വയർ എന്താ? 1 ആണ്, 4നേക്കാൾ ചെറുതാണ്. 2ൻ്റെ സ്ക്വയർ എന്താണ്? 4 ആണ്, 4ന് ഈക്വൽ അല്ലെങ്കിൽ ചെറുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പറ്റും? -2 -1 0 1 2 എന്ന് പറയുന്ന എല്ലാ നമ്പേഴ്സും പറ്റും. സോ നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ദ സബ്സെറ്റ്സ് ആൻഡ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ ഈക്വൽ ടു 1 2 3. ഈ 1 2 3 എന്ന് പറയുന്ന ഈ സെറ്റിൻ്റെ പ്രോപ്പർ സബ്സെറ്റിൻ്റെ എണ്ണം എന്തായിരിക്കും?
2n അല്ലേ നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2/3 ആൻസർ എത്രയാണ് 8 സബ്സെറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ 2n-1 ആണ്. അപ്പോൾ പ്രോപ്പർ സബ്സെറ്റ് എത്ര ഉണ്ടാവും 8 - 1 7 ഉണ്ടാവും. ഓക്കെ ആണല്ലോ. സോ നമ്മൾ സബ്സെറ്റ് ചെയ്താൽ പോവാണ്. ആദ്യം തന്നെ നമ്മൾ 5 എഴുതി വെച്ചു. പിന്നെയോ ഓരോ എലമെൻറ്റിൻ്റെ നുള്ളിൽ പൊറുക്കി എഴുതി 1 2 3. പിന്നെയോ 2 പേരുടെ പെയർ ആക്കിയിട്ട് എഴുതി കൊടുത്തു 1 2 2 3 1 3. പിന്നെ എല്ലാവരും കൂടെ ഉള്ളതും എഴുതി കൊടുത്തു. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇയാൾ അതിലുണ്ടായിരിക്കില്ല, അയാൾ വെച്ച് ബാക്കിയുള്ള 7 പേരും എഴുതി കൊടുത്തു. ഇതാണ് പ്രോപ്പർ സബ്സെറ്റും മനസ്സിലാക്കി വെച്ചോ. സിമ്പിൾ സാധന, അറിയാതെ പോയിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് കളയരുത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ആൻസർ. എടാ മക്കളെ ഇങ്ങോട്ട് നോക്കിയേ, ഇതിന് ഈക്വൽ ടു ഉണ്ടോ? ഇല്ല. അപ്പോൾ ഏതാ ബ്രാക്കറ്റ്? സാധാ നമ്മുടെ ഓപ്പൺ ബ്രാക്കറ്റ്. 3 ഉണ്ട്, ആ 3 അതുപോലെ എഴുതി വെച്ചു. ഇതിന് ഈക്വൽ ടു ഉണ്ട്, അപ്പോൾ ഏത് ബ്രാക്കറ്റാണ്? ക്ലോസ്ഡ് ബ്രാക്കറ്റ്, ഇങ്ങനെയുള്ള ബ്രാക്കറ്റ്. 5 എഴുതി വെച്ചു, നടുവിൽ കോമ ഇട്ട് കൊടുത്തു. സെയിം ഏതാ സാധനം ഏതാ? ഇതല്ലേ ഈക്വൽ ടു. ശരി. അടുത്ത എന്താ? ഇഫ് എ ആൻഡ് ബി ആർ 2 സെറ്റ്സ് സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു ബി. എ ബിലോങ്സ് ടു ബി. എ എവിടെ ഉള്ള ആളാണെന്നാണ് പറഞ്ഞത്? ബിയിലുള്ള ആളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് ചോദിച്ചത്. എ എന്തിലുള്ളതെന്നാണ് പറഞ്ഞത്? ബിയിലുള്ളതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? എ എന്ന് പറയുന്നത്. എ ബിലോങ്സ് ടു ബി എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? എ എന്ന് പറയുന്നത് ബിൻ്റെ ഉള്ളിലുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും? എ യൂണിയൻ ബി എന്ന് പറയുന്നത് ആരായിരിക്കും? ബി ആയിരിക്കും. കാരണം എന്താ? എയും ബിയും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ബി എന്നല്ലേ, കാരണം ബി അല്ലേ പുറത്ത് മൊത്തത്തിൽ കിടക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇതിങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് യു ഈസ് ദി യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് എ ഈസ് എനി സെറ്റ് ദെൻ യൂണിവേഴ്സൽ സെറ്റ് ഇൻ്റർസെക്ഷൻ എ. അതായത് ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിന് നമ്മൾ എടുത്തു. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലൊരു സെറ്റ് ഉണ്ട്, ആര്? എ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ്. ഇവരുടെ 2 പേരുടെയും ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്ന ആളുകൾ. അപ്പോൾ യൂണിയനിലും എയിലും കോമൺ ആയിട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതല്ലേ ആ പറയപ്പെട്ട ഏരിയ. അതെന്താണ്? എ ആണ്. അപ്പോൾ ആൻസർ എന്താണ്? ഇതാണ് ആൻസർ വരിക. അപ്പോൾ നമ്മൾ എഴുതി കൊടുത്തു 3 5 ഉണ്ട്, അതേപോലെ ബി വരുന്നുണ്ട്, അതുപോലെ എയും വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ലെറ്റ് എ ഈക്വൽ ടു 2 3 4 5 ആൻഡ് ബി ഈക്വൽ ടു 4 5 6 7. റൈറ്റ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻസും ബി എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻസും എടുത്ത് എഴുതുക, എല്ലാം വരിക്കുക എഴുതുക. പക്ഷേ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടെണ്ണത്തിൽ കോമൺ ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ഇവിടെയും 4 വരുന്നുണ്ട്, ഇവിടെയും 5, 4ഉം 5 രണ്ടെണ്ണത്തിൽ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം എഴുതാൻ പാടുണ്ടോ എ യൂണിയൻ ബിയിൽ? ഇല്ല, ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഇത്ര യൂണിയൻ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ക്ലാസ് കണ്ടിരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ സെറ്റ് എന്ന് പറയുന്ന സാധനത്തിൽ മിക്കവാറും സാധനങ്ങൾ നിങ്ങൾ ഫസ്റ്റ് പഠിച്ച ചാപ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മയുള്ള സാധനങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ പേപ്പറിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ആൻസർ എഴുതി നോക്കിക്കോ, എന്നിട്ട് ഫൈനൽ ആൻസർ ശരിയാണെന്നുള്ളത് കൺഫേം ചെയ്തോ. അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം അത് കേട്ടുകൊണ്ടിരിക്കുക. അറിയണ ക്വസ്റ്റ്യൻസ് കണ്ടാൽ ആൻസർ നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാത്സ് ആണ്, നിങ്ങൾക്ക് അറിയുന്ന മനസ്സ് തോന്നിക്കും, പക്ഷേ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനത്തേക്ക് എത്തലുണ്ടാവില്ല, നടുവിൽ വെച്ചിട്ട് നിൽക്കും. പിന്നെ പരീക്ഷ ഹാളിൽ ഇരുന്നാണ്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തിരിഞ്ഞും മറിഞ്ഞും നോക്കിയിട്ട് മറ്റൊന്ന് തോണ്ടാൻ നിൽക്കേണ്ടി വരും. അതിന് നിൽക്കാൻ നിൽക്കണ്ട. സോ ക്വസ്റ്റ്യൻ അറിയുന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം എഴുതി നോക്കിക്കൊണ്ട് ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ഫുള്ള് കാണുകയും ചെയ്യാം. സോ നമുക്ക് നോക്കാം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? രണ്ടെണ്ണത്തിലുള്ള എലമെൻറ്റ് മൊത്തം നിരത്തി എഴുതണം. കോമൺ ആയിട്ടുള്ള ആളുകളെ എത്ര പ്രാവശ്യം എഴുതാൻ പാടുള്ളൂ? ഒരു പ്രാവശ്യം എഴുതാൻ പാടുള്ളൂ. സോ 2 3 4 5 എഴുതി കൊടുത്തു. ഇവിടെയോ 4ഉം 5ഉം ഓൾറെഡി എഴുതിയിട്ടുണ്ട്, 6ഉം 7ഉം എഴുതി കൊടുത്തു. ഇതാണ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ. അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻ്റർസെക്ഷൻ ബി. എന്താണ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ? രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുള്ള ആളുകൾ, അവരെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻ്റർസെക്ഷൻ എന്ന് പറയുക. രണ്ടെണ്ണത്തിൽ കോമൺ ആയിട്ട് ആരാളത്? 4ഉം 5ഉം മാത്രം. സോ 4ഉം 5ഉം എഴുതി കൊടുത്തു. അടുത്ത എന്താണ്? എ മൈനസ് ബി. എയിൽ നിന്ന് എന്തിനു ഒഴിവാക്കണം? ബിയിലുള്ള ആളുകളെ മൊത്തം ഒഴിവാക്കണം. ബിയിലുള്ള ആളുകളും എയിലും ബിയിലും കോമൺ ആയിട്ട് ആര് മാത്രമാണ് ഉള്ളത്? 4ഉം 5ഉം ഉള്ളത്. അപ്പോൾ 4ഉം 5ഉം ആണ് ഒഴിവാക്കി, ബാക്കിയുള്ള ആളുകൾ എഴുതി കൊടുത്തു 2ഉം 3ഉം മാത്രം. നെക്സ്റ്റ് ബി മൈനസ് എ. ഏതെന്നാ കുറക്കണ്ടേ? ബിയിൽ നിന്ന് ആരെ കുറക്കണം? എനെ ഒഴിവാക്കണം. അതായത് ബിയിലും എയിലും കോമൺ ആയിട്ടുള്ള ആളുകളെ ബിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ആളുകളെ എഴുതി കൊടുക്കുക. ഇതിൽ എയിലുള്ള ആളുകൾ ആരൊക്കെയാ? 4ഉം 5ഉം ആണ്. അവർ 2 പേരെയാണ് ഒഴിവാക്കി, ബാക്കിയുള്ള 2 പേരെ എഴുതി കൊടുത്തു 6ഉം 7ഉം. ഇനി അടുത്ത ചോദ്യം എന്താ? റൈറ്റ് ബി മൈനസ് എ. അതും നമ്മൾ എഴുതി കൊടുത്തു. നെക്സ്റ്റ് എന്താ ചോദ്യം? വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ആദ്യം നമുക്ക് എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി ചെയ്യാം. എ യൂണിയൻ ബി എന്ന് പറയുന്നത് 2 3 4 5 6 7 ആണ്. അതിന് എ ഇൻ്റർസെക്ഷൻ ബി കുറച്ചു, 4ഉം 5ഉം കൂടിയാണ് കുറച്ചു. ഇതിൽ നിന്ന് 4ഉം 5ഉം പോയാൽ പിന്നെ ബാക്കി ആരൊക്കെ ഉണ്ടാവുക? 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, അതുപോലെ 4ഉം 5ഉം പോകണ്ടേ? ആരൊക്കെ ബാക്കി ഉണ്ടാവുക? അപ്പോൾ 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 6ഉം ഉണ്ടാവും, 7ഉം ഉണ്ടാവും. 2ഉം 3ഉം 6ഉം 7ഉം മാത്രം ബാക്കി ഉണ്ടാവും. ഇവരെ 2 പേരെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കി. നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞത്? എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. എ മൈനസ് ബിയിൽ ആരൊക്കെയാണ് ഉള്ളത്? എ മൈനസ് ബിയിലുള്ളത് 2ഉം 3ഉം ആണ്. ബി മൈനസ് എയിൽ ആരൊക്കെയാണ് ഉള്ളത്? 6ഉം 7ഉം ആണ്. ഇവരുടെ യൂണിയൻ എടുത്താൽ എന്താ കിട്ടുക? 2 3 6 7. ഇവർ 2 പേരും സെയിം ആണോ? അല്ലേ? ഇവിടെ എന്താ കിട്ടിയത്? 2 3 6 7. ഇവിടെ എന്താ കിട്ടിയത്? 2 3 6 7. അപ്പോൾ ഇവരും സെയിം ആണ്. അപ്പോൾ നമുക്ക് താഴെ എന്ത് എഴുതി കൊടുക്കാം? ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതി കൊടുക്കാം. സിമ്പിൾ അല്ലേ പരിപാടി?
ഇതേപോലെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ഒരു സാധനം ഉണ്ട് നമ്മളുടെ ഡിമോർഗൻസ് ലോ എന്ന് പറയുന്ന ഒരു സാധനം. എന്താണത്? എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. എന്താണ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞ സാധനം പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇതുപോലെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. എന്താ ചോദിക്കുക? ആദ്യം എ യൂണിയൻ ബി കാണാൻ പറയും, പിന്നെ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഒക്കെ നിങ്ങളോട് കാണാൻ പറഞ്ഞതിന് ശേഷമാണ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക. ജസ്റ്റ് അതിലുള്ള വാല്യൂസ് അങ്ങനെ എഴുതി പോയാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, സെറ്റിൽ എന്തെങ്കിലും സാധനം പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, നിങ്ങൾ ചെയ്തത് തെറ്റാണ്. ഓക്കെ ആണല്ലോ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, എയും തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ഡാഷ് ആൻഡ് ബി ഡാഷ്. എ ഡാഷും കാണണം, ബി ഡാഷും കാണണം, എ യൂണിയൻ ബിയും കാണണം, എ ഇൻ്റർസെക്ഷൻ ബി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏത്? എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. അതേപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. അപ്പോൾ എ ഡാഷും ബി ഡാഷും നിങ്ങൾ കാണണം, അതുപോലെ എ യൂണിയൻ ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും കാണണം, അതുപോലെ എ യൂണിയൻ ബി ഹോൾ ഡാഷും കാണണം, എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷും കാണണം. എന്നിട്ട് ഇതെല്ലാം സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ മുമ്പ് ചെയ്തല്ലോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് തന്നെയല്ല നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എ ഡാഷ് കണ്ടു. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ എ എന്ന് പറഞ്ഞ സെറ്റിൽ ഇല്ലാത്ത പക്ഷേ യൂണിവേഴ്സൽ സെറ്റിലുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. എ എന്ന് പറഞ്ഞ സെറ്റിൽ എന്തേ ഉള്ളൂ? 2, 4, 6, 8 മാത്രമേ ഉള്ളൂ. ഇവിടെ ആരൊക്കെയുണ്ട്? 1 മുതൽ 9 വരെ ഉള്ളതുണ്ട്. അപ്പോൾ ഇതിൽ ഇല്ലാത്ത ആളുകൾ ആരൊക്കെയാണ്? 1 ഉണ്ട്, 3 ഉണ്ട്, 1, 5, 7, 9 ഇത്രയും ആളുകൾ ഇല്ലാത്തതുണ്ട്. അതുപോലെ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന സെറ്റിൽ ഇല്ലാത്ത ആളുകൾ. ബി എന്ന് പറഞ്ഞ സെറ്റിൽ ആരൊക്കെയാണ് ഉള്ളത്? 2, 3, 5, 7 ആണ് ഉള്ളത്. അപ്പോൾ ഇല്ലാത്ത ആളുകൾ ആരൊക്കെയാണ്? 1, 4, 6, 8, 9 ആണൊക്കെ അവിടെ ഇല്ലാത്ത ആളുകളുള്ളത്. ഇനി നമ്മൾ എ യൂണിയൻ ബി കാണുകയാണ്. എ യൂണിയൻ ബി. അപ്പോൾ ആരൊക്കെ വരും? 2, 3, 4, 5, 6, 7, 8 വരെ ഉണ്ടാവും. എ ഇൻ്റർസെക്ഷൻ ബി രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? 2 മാത്രമാണ് ഉള്ളത്. പിന്നെ എ യൂണിയൻ ബി ഹോൾ ഡാഷ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് കണ്ടുപിടിക്കുക? യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ എ യൂണിയൻ ബി ആണ് ഒഴിവാക്കുക. എ യൂണിയൻ ബിയിൽ ആരൊക്കെയുണ്ട്? 2 മുതൽ 8 വരെ ഉണ്ട്. ഇല്ലാത്ത ആരൊക്കെയാണ്? 1 ഇല്ല, 9 ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1, 9 എഴുതി കൊടുത്തു. അതാണ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. എ ഡാഷ് എവിടെയാടാ? ഇതാണ് എ ഡാഷ് എന്ന് പറയുന്നത്. ഇതാണ് ബി ഡാഷ്. രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് ആരുണ്ട്? 1 ഉണ്ട്, 9 ഉണ്ട്. ഇവിടെ 1 ഉണ്ട്, 9 ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുന്നത് 1, 9 ആണ് കിട്ടിയത്. അതുപോലെ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നതും 1, 9 ആണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആണെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഇവിടെ നോക്കിയടാ അടുത്ത ക്വസ്റ്റ്യൻ. എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ആര് മാത്രമാണുള്ളത്? 2 മാത്രമാണുള്ളത്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് 2 ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ടാവും. ആരൊക്കെയാണ്? 1, 3, 4, 5, 6, 7, 8, 9 മൊത്തം ഉണ്ട്. പിന്നെയോ എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. എ ഡാഷ് ഇവിടെ ഇയാളാണ് എ ഡാഷ് എന്ന് പറയുന്നത്, ഇയാളാണ് ബി ഡാഷ്. രണ്ടെണ്ണത്തിലുള്ള ആളുകളെ മൊത്തം എഴുതി വെക്കണം. ആരൊക്കെയുണ്ട്? 1 ഉണ്ട്, 3 ഉണ്ട്, 4, 5, 6, 7, 8, 9 ആരല്ലാത്ത? 2 ഒഴികെ ബാക്കിയുള്ള ആളുകളൊക്കെ തീരുണ്ട്. രണ്ടുപേരും സെയിം ആണോ അല്ലേ നോക്കിയേ. ഇവിടെ 1, 3, 4, 5, 6, 7, 8, 9 ഉണ്ട്. ഇവിടെയും 1, 3, 4, 5, 6, 7, 8, 9 ഉണ്ട്. ആര് മാത്രമേ ഇല്ലാത്തുള്ളൂ? 2 മാത്രമേ ഇല്ലാത്തുള്ളൂ. അപ്പോൾ രണ്ടുപേരും ഈക്വൽ ആണോ അല്ലേ? ആണ്. അപ്പോൾ നമുക്ക് താഴെ എന്ത് എഴുതി കൊടുക്കാം? ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതി കൊടുക്കാവുന്നതാണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് വെൻ ഡയഗ്രത്തിനെ പറ്റിയിട്ടാണ്. വെൻ ഡയഗ്രത്തിൽ ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ എന്താ പറയുക, ഈ ഷെയ്ഡഡ് റീജിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് ആ പറയപ്പെട്ട ഷെയ്ഡഡ് റീജിയൻ. ഈ കാണുന്ന ആൾ ഈ തന്നിട്ടുള്ളതിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് വെൻ ഡയഗ്രങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വെൻ ഡയഗ്രത്തിൽ റെക്റ്റാങ്കിൾ ആണ് ആരെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക? യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. ഈ യൂണിവേഴ്സൽ സെറ്റിൽ ഒന്നാമത്തെ സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, മറ്റൊരു സെറ്റും കൂടെ ഞാൻ വരച്ചു കൊടുത്തു, ബി എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, ഈ 2 സെറ്റിലും കോമൺ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ. എന്താണെടാ? 2 സെറ്റിലും കൂടെ കോമൺ ആയിട്ടുള്ള ആളുകൾ, കോമൺ ആയിട്ടുള്ള ഏരിയ, അതായത് ഈ ഏരിയ, അതുപോലെ ഈ ഏരിയ, അതേപോലെ ഈ ഏരിയ, ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഇപ്പോൾ ഈ റെഡിൽ എന്താ പറയുക, കളർ കൊടുത്ത് വെച്ചിട്ടുള്ള ആളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? എ യൂണിയൻ ബി എന്ന് പേര് വിളിക്കുന്നത്. അതായത് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആളുകൾ. മറ്റൊരാളുണ്ട്, ആരാണ്? നമ്മളുടെ യൂണിവേഴ്സൽ സെറ്റ് എടുത്തു. ആ യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഉള്ളിൽ 2 സെറ്റുകളുണ്ട്. എ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റുണ്ട്, ബി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സെറ്റുണ്ട്. ഈ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഇല്ലേ? ഇതല്ലേ കോമൺ ആയിട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് അല്ലേ? ഈ ഏരിയനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പേര് വിളിക്കുക. ആരാടാ പേര് വിളിക്കുക? എ ഇൻ്റർസെക്ഷൻ ബി. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നോക്കിയടാ, ഇവിടെ നോക്കിയാൽ മറ്റൊരാളെയും കൂടെ ഞാൻ പഠിപ്പിച്ചു തരാം. ഇവിടെ നോക്കിക്കേ, എ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് എടുത്തു. ഈ എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ പുറത്തുള്ള ആളുകളെ മൊത്തത്തിൽ കറുപ്പിച്ച് വെച്ച പരിപാടിക്കാണ് നമ്മൾ. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇതാണ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയേ, മറ്റൊരാളെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കിക്കോ. ഇതാണ് എ എന്ന് പറയുന്ന ഒരു സെറ്റ്. മറ്റൊരു സെറ്റും കൂടി ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു സെറ്റ്. ഇതിൻ്റെ പുറം മൊത്തം എന്ത് ചെയ്തു? ഷെയ്ഡ് ചെയ്ത് വെച്ചു. ഇതിന് നമ്മൾ എന്താ പേര് വിളിക്കുക? ഈ നടുവിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം ആളെന്ന് പറയുന്നത് എ യൂണിയൻ ബി ആണല്ലോ.
അത് നിങ്ങൾക്ക് അറിയാലോ. ഈ എ യൂണിയൻ ബി അല്ലാത്തത് അപ്പോൾ നമ്മൾ എന്താ ഇട്ട് കൊടുക്കുക, കോംപ്ലിമെൻ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എ യൂണിയൻ ബി ഹോൾ ഡാഷ് ആണ് ഈ കാണുന്ന ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ മക്കളെ? യെസ്. ശരി, ഇനി നമ്മളുടെ ചോദ്യത്തിലേക്ക് വരാം. ഈ ചോദ്യത്തിൽ ഈ കാണുന്നതാണ് നമ്മളുടെ എ എന്ന് പറയുന്ന സെറ്റ്. ഈ കാണുന്നതാണ് എ എന്ന് പറഞ്ഞ സെറ്റ്. ആ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഇത്രയും ഭാഗം ഒഴിവാക്കി കളഞ്ഞേക്കല്ലേ അല്ലേ? എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ഈ സാധനത്തിന് അങ്ങോട്ട് എന്ത് ചെയ്തു, എടുത്ത് ഒഴിവാക്കി. അപ്പോൾ എ എന്ന് ആരെ ഒഴിവാക്കി, ബീനെ അങ്ങോട്ട് ഒഴിവാക്കി. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എ മൈനസ് ബി. സെറ്റാണല്ലോ. അപ്പോൾ കുറച്ച് വെൻ ഡയഗ്രാംസ് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ വെൻ ഡയഗ്രാംസ് മനസ്സിലാക്കി വെക്കുക, പരീക്ഷയ്ക്ക് ആവശ്യം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഇഫ് ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ഈസ് 63, എന്താണ് ചോദിച്ചിട്ടുള്ളത്? പ്രോപ്പർ സബ്സെറ്റ് 63 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ്, അങ്ങനെയാണെങ്കിൽ ആ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ടെന്നാണ് ചോദിച്ചത്. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? 2n എന്തായിരുന്നു ഇക്വേഷൻ? 2n മൈനസ് 1 എന്നായിരുന്നു ഇക്വേഷൻ. 2n മൈനസ് 1 അതെത്രയാണ്? 63 ആണ്. ആ -1 അങ്ങോട്ട് പറഞ്ഞയച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2n = 64 എന്ന് കിട്ടി. ഇവിടെ 2ന്റെ പവർ ആയിട്ടാണ് നമ്പർ കിടക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ 64നെ നമ്മൾ എന്തിൻ്റെ പവറാക്കി മാറ്റാൻ പോവാണ്? 2ന്റെ പവറാക്കി മാറ്റാൻ പോവാണ്. 64നെ 2ന്റെ പവറാക്കി മാറ്റുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? 2⁻6 ആണ് 64 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. 2 4 8 16 32 64 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരും. ഇങ്ങനെ 2n = 2⁻6 ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? 6 തന്നെ ആയിരിക്കും. സോ n = നമുക്ക് എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. അപ്പോൾ ആ സെറ്റിൽ എത്ര പേരുണ്ടാ? 6 പേരാണുള്ളത്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാടാ, അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? a = x such that letters in the word mathematics. എ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ഉണ്ട്. എ എന്ന് പറഞ്ഞ സെറ്റ് എന്താണ്? മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വേർഡിലുള്ള ലെറ്റേഴ്സ് ആണ്. ഈ നമുക്കൊരു വേർഡ് തന്നിട്ട് അതിൽ നിന്ന് സെറ്റ് ഉണ്ടാക്കാൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ആവർത്തിച്ച് വരുന്ന ആളുകളെ വീണ്ടും എടുക്കരുത്. എം വീണ്ടും ആവർത്തിച്ച് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. എയും ടിയും ഒക്കെ ആവർത്തിച്ച് ഒന്നാണ് എടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ആളുകളെ മാത്രം എഴുതി വെക്കുക. MATHEICS എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ബി എന്ന് പറയുന്ന സാധനം എന്താണ്? STA. ടി വീണ്ടും ആവശ്യം വന്നിട്ടുണ്ട്, വേണ്ട. എസ് വീണ്ടും ഒന്നും വേണ്ട. ടി വീണ്ടും ഒന്നും വേണ്ട. IA ഓൾറെഡി എടുത്തിട്ടുണ്ട്, അപ്പോൾ അതും വേണ്ട. പിന്നെ CS ആണുള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെ എന്തൊക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ട്? A - ബിയും A ഇന്റർസെക്ഷൻ ബിയും കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ നേരെ നമുക്ക് ഇങ്ങോട്ട് വരാം. മാത്തമാറ്റിക്സിലുള്ള ആരൊക്കെ എടുത്തിട്ടുണ്ട്? MATHEICS അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് ഏതെടുത്തു? STAIC എന്ന് പറയുന്ന ലെറ്റേഴ്സ് എടുത്തു. A - ബി ആണ് കാണാൻ പറഞ്ഞത്. അതായത് എ എന്ന് ആരെ ഒഴിവാക്കണം? ബീനെ ഒഴിവാക്കണം. എ എന്ന് ബീനെ ഒഴിവാക്കാനുള്ള ഏറ്റവും സിമ്പിൾ മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. എയിൽ നിന്നും ബീനെ ഒഴിവാക്കണം. എസ് മേലുണ്ടോ നോക്കുക, ഉണ്ട്, വെട്ടിക്കളഞ്ഞു, ഒഴിവാക്കി. ടി മേലുണ്ടോ? ഉണ്ട്, വെട്ടി. എ മേലുണ്ടോ? ഉണ്ട്, വെട്ടി. ഐ ഉണ്ടോ? വെട്ടി. സി ഉണ്ടോ? വെട്ടി. അപ്പോൾ എല്ലാവരും ഉണ്ട്. ബാക്കി ആരാ ബാക്കിയുള്ളത്? എമ്മും എച്ചും ഇയും മാത്രമാണ് ബാക്കിയുള്ളത്. സോ A - ബി എഴുതി വെച്ചു, MHE. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഇങ്ങനെ വെട്ടാൻ നിൽക്കരുത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തൽക്കാലം ഇങ്ങനെ എഴുതി വെച്ചിട്ടൊന്നും എന്ത് ചെയ്തുകൊണ്ട് വെട്ടി ചെറുതാക്കി വെട്ടി ഒഴിവാക്കിയിട്ട് എഴുതിക്കൊണ്ടു. അതല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഈ യൂണിയനും ഇൻ്റർസെക്ഷനൊക്കെ എഴുതുന്ന സമയത്ത്. അടുത്ത് ചോദിച്ചിട്ടുള്ളത് A ഇന്റർസെക്ഷൻ ബി ആണ്. നമ്മൾ A - ബി എഴുതിയ സമയത്ത് തന്നെ മനസ്സിലായി ബിയിലുള്ള എല്ലാവരും ഏതിലും ഉണ്ട്, എയിലും ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് എഴുതി വെക്കാം? A ഇന്റർസെക്ഷൻ ബി = നേരെ ബിയിലുള്ള ആളുകളെ നേരെ നിരത്തിയാണ് എഴുതി കൊടുക്കാം. STAIC. ഇനി അതല്ല, നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ എം എന്താ പറയുക ഇതിലുണ്ടോ? ഇല്ല. അടുത്ത ആരാ ഉള്ളത്? എ ഇതിലുണ്ടോ നോക്കി, ഉണ്ട്, അപ്പോൾ എ എഴുതി കൊടുത്തു. ടി ഇതിലുണ്ടോ നോക്കി, ഉണ്ട്, എഴുതി കൊടുത്തു. അടുത്ത ആരാ? എച്ച് ഉണ്ട്. എച്ച് ഇതിലുണ്ടോ? ഇല്ല, ഒഴിവാക്കി. ഇ ഉണ്ടോ? ഇല്ല, ഒഴിവാക്കി. ഐ ഇതിലുണ്ടോ നോക്കി, ഉണ്ട്, എഴുതി കൊടുത്തു. സി ഉണ്ടോ നോക്കി, സി ഉണ്ട്, എഴുതി കൊടുത്തു. എസ് ഉണ്ടോ നോക്കി, എസ് ഉണ്ട്, എഴുതി കൊടുത്തു. ക്ലിയർ ആണല്ലോ. ഇങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാനായിട്ട് പറ്റും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതിൻ്റെ ഓർഡർ എന്തല്ല, നിർബന്ധമൊന്നുമല്ല, ഇങ്ങനെ തന്നെ എഴുതണം, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. സോ ഇത്രയാണ് സെറ്റിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്കും വരിക. അപ്പോൾ മക്കളെ, എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം? നിങ്ങൾ ഒറ്റക്കൊന്ന് ചെയ്ത് നോക്കിയിട്ടല്ലാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത്. ഞാൻ ഇതിൻ്റെ മുൻപും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മൈൻഡിൽ ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം മൊബൈലിൽ കാണുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ മൈൻഡിൽ കയറ്റിയേക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇല്ലാത്തടത്തോളം കാലം ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടല്ലാതെ പരീക്ഷയ്ക്ക് പോകരുത്. സോ നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. താങ്ക് യു.